ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു, ബാക്കി ഇനി അവരോട് ചോദിക്കുക. അവർ മാത്രമല്ല, ബാക്കി ഞാൻ പറഞ്ഞ CMSകാരുണ്ട്, KPS MAക്കാരുണ്ട്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, മദ്രാസ ബോർഡുണ്ട്, അവരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. അവർക്ക് പക്ഷെ ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും നമ്മൾ എന്തിനാണ് അവരുടെ അഭിപ്രായം പറയുന്നത്? അല്ലല്ല, കോടതി അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയി ഈ കോടതിക്ക് നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും. ഇപ്പം നിലവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കി. എന്ത് ചെയ്യാൻ മണിയണ്ട? ജനാധിപത്യ സംവിധാനമല്ലേ? ഇല്ല, അത് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ. നമ്മൾ ചിരിയും കളിയുമായിട്ട് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ. അല്ലേ, ഇതിലിപ്പോൾ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, കായികാധ്യാപകർ ഇച്ചിരി പണക്കത്തിലാണ്. അതായത് അവരോട് 300-ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ തീരുമാനിക്കുമ്പോൾ 17 അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. അത് 500-ന് അല്ലേ, 500-ന് തീരുമാനിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടും. അത് 300-നൊന്നും തീരുമാനിക്കണം. അത് തീരുമാനിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്ത്. പക്ഷേ ആ സമയത്ത് ഒന്നും അത് നടന്നിട്ടില്ല. എന്തായാലും 2-3 ദിവസം അത് നടക്കുകയും അവർ തന്നെ ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്താതെ നമ്മൾ വേറെ പകരം ബദൽ സംവിധാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ടൂർണമെൻറ്റ് നടത്തുക, നമുക്ക് ഈ പ്രശ്നം പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് വിഷമത്തിലാണ്. ബുദ്ധിമുട്ടില്ലാതെ നടത്തി തീർക്കാം, കുഴപ്പമില്ല. ഉറപ്പല്ലേ, പ്രത്യേകിച്ച് ഫുട്ബോളും കൂടെ അല്ലേ. നമ്മുടെ ഈ ജയിലിൽ നിന്ന് ചാടിയ കക്ഷികളെ പോയി തിരിച്ചു കിട്ടിയോ? അത് ഞാൻ പറഞ്ഞത്, ആരോ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആരോ ഒരു സുഹൃത്ത് ചോദിച്ച്, എന്ത് സാബി? ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിലെ സ്റ്റുഡൻ്റ് ഒന്നും അല്ലല്ലോ അയാൾ വിദ്യാഭ്യാസ ആണോ? ഇന്ന് അവസാനിപ്പിക്കാം, നാളെ പറയും. ആ, വിശദീകരണം കിട്ടി. വിശദീകരണത്തിൽ അവരതെല്ലാം നിഷേധിച്ചിരിക്കുന്നു. അവർ മാനേജ്മെൻറ്റ് അതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ഇത് 3 അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല, ഇത് 10 എത്രയും വർഷക്കാലമായി നിൽക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു മാനേജ്മെൻ്റ് ഒരു വിശദീകരണമുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ഒരു കത്ത് തന്നിട്ടുണ്ട്. 2-3 ദിവസം VSൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നാളെ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം. അതെ, നാളെ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം പറയും അല്ലേ? നാളെ പറയും.
നാളെ എത്ര മണിക്ക് സമയം? അല്ല നടപടി എന്നല്ല, നാളെ എത്ര മണിക്ക് പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോർത്തിക്കളയും. അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വീഴ്ച. അല്ല, അത് സാധാരണ ഒരു കുറ്റം ചെയ്തവർ ഞാൻ ഇത് കുറ്റം ചെയ്തു എന്ന് പറയില്ലല്ലോ, അവർ നിഷേധിക്കലുള്ളൂ. അല്ല, അവിടെ നമുക്ക് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് അന്ന് ചുമതല DOക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് അവിടെ. ഇല്ല, എൻക്വയറി നടത്തുമ്പോൾ ചോദിക്കും. ചോദിച്ചു, കിട്ടിയിട്ടില്ല. ശരി, എന്നാ അവസാനിപ്പിക്കാം. നിങ്ങൾ എണീറ്റ് ഞാൻ എണീക്കാൻ. സ്കൂൾ സമയമാറ്റത്തിൽ സജീവമായ ചർച്ചയാണ് നടന്നത്. സംസ്ഥയുടെ ഭാഗങ്ങൾ കേട്ടു, മാനേജ്മെന്റുകളുടെ ഭാഗം കേട്ടു. എന്തായാലും ഈ വർഷം ഈ സമയക്രമം തന്നെ തുടരും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷം സമയമാറ്റം ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ്. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ആ വൈകാരിക അന്തരീക്ഷത്തിൽ. പക്ഷേ എന്ത് നടപടി എന്ന ചോദ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്, വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റ് വിശദീകരണം തന്നു, അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണ് അവരുടെ വിശദീകരണം. നടപടി സംബന്ധിച്ച് തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നടപടി ഉണ്ടാകുമോ ഇല്ലയോ, അതോ ഇത്രയും ദിവസം ഇഴഞ്ഞതുപോലെ ഇഴയുമോ എന്ന ചോദ്യം കൂടിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ. CPM നേതൃത്വത്തിലുള്ള പ്രാദേശിക മാനേജ്മെന്റാണ് ആ സ്കൂളിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം, സ്കൂളിൻ്റെ പ്രതികരണം ലഭിച്ചു. നാളെ നടപടി കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നടപടി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതേസമയം സമസ്ത വഴങ്ങി ചർച്ചയിൽ എന്നതാണ് വിവരം.